ടു ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ ആൻഡ് ഫീൽഡ് ഡ്യൂ ടു എ സോളിഡ് സ്ഫിയർ ആണ്. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ ആൻഡ് ഫീൽഡ് ഡ്യൂ ടു എ സോളിഡ് സ്ഫിയർ. അപ്പോൾ നമ്മൾ ഇതിന് മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ ആൻഡ് ഫീൽഡ് ഡ്യൂ ടു എ സ്ഫെറിക്കൽ ഷെല്ലായിരുന്നു. അപ്പോൾ ഒരു സ്പെറിക്കൽ ഷെല്ലും അതുപോലെ തന്നെ ഒരു സ്പിയറും തമ്മിലുള്ള ഡിഫറൻസ് നമുക്കറിയാം. സ്പെറിക്കൽ ഷെല്ലെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇൻസൈഡ്, അതിൻ്റെ ഉൾഭാഗം ഹോളോ ആയിരിക്കും. അതേസമയം സ്പിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ്ലി ഒക്യുപ്പൈഡ് ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഒരു സ്പിയർ മൂലം 3 ഡിഫറൻറ്റ് പോയിൻറ്റുകളിൽ, അതായത് ഒന്ന് സ്പിയറിൻ്റെ പുറത്ത്, മറ്റൊന്ന് സ്പിയറിൻ്റെ സർഫസിൽ, മറ്റൊന്ന് സ്പിയറിൻ്റെ ഉള്ളിൽ, അങ്ങനെ ഔട്ട്സൈഡ്, ഓൺ ദ സർഫസ് ആൻഡ് ഇൻസൈഡ്, ഇങ്ങനെ 3 ഡിഫറൻറ്റ് റീജിയണുകളിലുള്ള ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യലും അതുപോലെ തന്നെ ഫീൽഡുമാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, സോ അതിനായിട്ട് കൺസിഡർ എ സോളിഡ് സ്ഫിയർ of mass capital M and radius capital R. Okay, അതുപോലെ let rho be the density of sphere. Okay, and now അതുപോലെ തന്നെ let P be the point at which the gravitational potential and field are evaluated. ഓക്കെ, അപ്പം ഏത് പോയിന്റിലെ പൊട്ടൻഷ്യലും ഫീൽഡുമാണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്, ആ പോയിന്റിനെയാണ് നമ്മൾ പി എന്ന് വിളിക്കുന്നത്. ഇനി കൺസിഡർ, നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമ്മളൊരു സോളിഡ് സ്ഫിയർ എടുക്കുകയാണ്. ലെറ്റ് ദിസ് ബി ദ സോളിഡ് സ്ഫിയർ. ഓക്കെ, അപ്പോൾ ഈ സ്ഫിയറിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് ഞാൻ ഒ എന്ന് മാർക്ക് ചെയ്യുകയാണ്. നമ്മൾ പറഞ്ഞു ഇതിൻ്റെ, ഈ സ്ഫിയറിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആർ ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഈ സ്ഫിയറിൻ്റെ ഏത് പോയിന്റിലാണോ നമുക്ക് പൊട്ടൻഷ്യലും ഫീൽഡും കാണേണ്ടത്, ആ പോയിന്റിനെ നമ്മൾ പി എന്ന് വിളിക്കുന്നു. സപ്പോസ് ആദ്യം നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഈ സ്ഫിയറിൻ്റെ പുറത്താണെന്ന് വിചാരിക്കുക. സോ ലെറ്റ് ദിസ് പി ബി ദ പോയിന്റ് അറ്റ് വിച്ച് ദ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ ആൻഡ് ഫീൽഡ് ആർ ടു ബി ഇവാലുവേറ്റഡ്. അതുപോലെ ഇതിൻ്റെ മാസ് നമ്മൾ പറഞ്ഞിരുന്നു ക്യാപിറ്റൽ എം ആണ്, ഡെൻസിറ്റി എന്ന് പറയുന്നത് റോ ആണ്. സോ ഇങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് കേസ് 1 എന്ന് പറയുന്നത് പി ഈസ് ഔട്ട്സൈഡ് ദ സ്ഫിയർ ആണ്. ഓക്കെ, അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ചെയ്യുന്ന ഇതാണ്, ഒരു സ്ഫിയർ മൂലം പിയിലുള്ള പൊട്ടൻഷ്യൽ കാണാൻ വേണ്ടി നമ്മൾ ഈ സ്ഫിയറിനെ കുറേയധികം കോൺസെൻട്രിക് തിൻ ഷെല്ലുകളുടെ അസംബ്ലി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ശരിയല്ലേ? ഒരു സ്ഫിയറിനെ നിങ്ങൾക്ക് കുറേ കോൺസെൻട്രിക് ആയിട്ടുള്ള ഷെല്ലുകൾ കൂടി ചേർന്നിട്ടാണ് ഒരു സ്ഫിയർ ഉണ്ടാവുന്നത് എന്ന് നമുക്ക് അസ്യൂം ചെയ്യാൻ വേണ്ടി പറ്റും. സ്ഫിയർ എന്ന് ഷെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അതിൻ്റെ ഉൾവശം ഹോളോ ആയിരിക്കും. അപ്പോൾ കുറേയധികം കോൺസെൻട്രിക് ആയിട്ടുള്ള, എന്ന് വെച്ചാൽ ഒരേ സെൻറ്റർ വരുന്ന കുറേയധികം സ്ഫെറിക്കൽ ഷെല്ലുകളെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു സ്ഫിയർ നമുക്ക് കൺസ്ട്രക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ കോൺസെൻട്രിക് തിൻ സ്പെറിക്കൽ ഷെല്ലുകളുടെ അസംബ്ലി ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ സ്ഫിയറിനെ നമ്മൾ ഇമാജിൻ ചെയ്യുന്നു. ഓക്കെ, സോ ദ സ്ഫിയർ ഈസ് ഇമാജിൻഡ് ടു ബി made up of large number of concentric thin shells.
ഓക്കെ, നമ്മൾ അങ്ങനെയുള്ള ഒരു ഷെൽ എടുക്കുകയാണ്. കൺസിഡർ വൺ സച്ച് ഷെൽ ഓഫ് റേഡിയസ് എക്സ് ആൻഡ് തിക്നെസ് ഡി എക്സ്. അതായത് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു ഷെല്ല് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ആ ഷെല്ലിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് എക്സ് ആണ്, അതുപോലെ തന്നെ അതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് ഡി എക്സ് ആണെന്നാണ് പറഞ്ഞത്. ഓക്കെ, സോ ഞാൻ ഇതിൻ്റെ ഈ സ്പിയറിൻ്റെ ഉള്ളിൽ ഒരു ഷെല്ല് കൺസിഡർ ചെയ്യുകയാണ്. ഓക്കെ, ഞാനിങ്ങനെ ഒരു ഷെല്ലെടുക്കുന്നു. ഈ എടുക്കുന്ന ഷെല്ലിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് എക്സ് ആണ്. എന്ന് വെച്ചാൽ ഷെല്ലിൻ്റെ റേഡിയസ് എക്സ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ സെൻറ്ററിൽ നിന്നും ഇങ്ങോട്ടേക്കുള്ള ദൂരം ഇത് ഇവിടം വരെ, ദിസ് ഈസ് എക്സ്. അതുപോലെ ഇതിൻ്റെ തിക്നെസ് ഡി എക്സ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ദി തിക്നെസ്. ഈ തിക്നെസ് എന്ന് പറയുന്നത് ഡി എക്സ് ആണെന്നാണ് എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കുറേ അധികം കോൺസെൻട്രിക് ആയിട്ടുള്ള ഷെല്ലുകൾ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ക്യാപിറ്റൽ ആർ റേഡിയസ് ഉള്ള സ്ഫിയർ ഫോം ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ ആദ്യം നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഡെൻസിറ്റി ഓഫ് സ്ഫിയർ. നമ്മൾ സ്ഫിയറിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് റോ ആണെന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയം ആണ്. സോ സ്ഫിയറിൻ്റെ ടോട്ടൽ മാസ് എം ആണ്, ഡിവൈഡഡ് ബൈ സ്ഫിയറിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ ആർ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ വോളിയം എന്ന് പറയുന്നത് 4/3 പൈ ആർ ക്യൂബ് ആയിരിക്കും. സോ ദിസ് ഈസ് ഈക്വൽ ടു 3m ഡിവൈഡഡ് ബൈ 4 പൈ ആർ ക്യൂബ് എന്ന് വരും. ആൻഡ് ദിസ് ഈസ് ദി ഡെൻസിറ്റി ഓഫ് സ്ഫിയർ. ഇനി ഡെൻസിറ്റി ഓഫ് സ്ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സ്ഫിയറിൻ്റെ മെറ്റീരിയൽ പ്രോപ്പർട്ടിയാണ് അതിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം സ്ഫിയറിൻ്റെ ഡെൻസിറ്റി നമ്മൾ കണ്ടുപിടിച്ചു. അടുത്തത് നമ്മളിപ്പോൾ കൺസിഡർ ചെയ്ത എക്സ് റേഡിയസ് വരുന്ന ഡി എക്സ് തിക്നെസ് വരുന്ന ഷെല്ലിൻ്റെ മാസാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, സോ വാട്ട് ഈസ് ദി മാസ് ഓഫ് ദി ഷെൽ? മാസ് ഓഫ് ദ ഷെൽ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും കാണുക? മാസ് ഓഫ് ദ ഷെല്ല്, ഓക്കെ, ഞാൻ ആ മാസ് ഓഫ് ദ ഷെല്ലിനെ ഡി എം എന്ന് വിളിക്കുകയാണ്. സ്മോൾ മാസ് എന്നുള്ള രീതിയിൽ ഡി എം എന്ന് വിളിക്കുന്നു. അപ്പം മാസ് കാണാൻ നമുക്ക് എന്ത് ചെയ്യണം? വോളിയം ഇൻറ്റു ഡെൻസിറ്റിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം എന്ത് വേണം? ഷെല്ലിൻ്റെ വോളിയം വേണം. ഷെല്ലിൻ്റെ വോളിയം കാണാൻ വേണ്ടി നിങ്ങൾക്ക് ഷെല്ലിൻ്റെ റേഡിയസ് അറിയാം, എക്സ് ആണ്. ഷെല്ലിൻ്റെ തിക്നെസ് അറിയാം, അത് ഡി എക്സ് ആണ്. അപ്പം എന്തായിരിക്കും ആ ഷെല്ലിൻ്റെ വോളിയം എന്ന് പറയുന്നത്? ഓക്കെ, അപ്പം ഇങ്ങനെയാണ് എടുത്തത്. നമ്മൾ ഇങ്ങനെയുള്ളൊരു ഷെല്ലെടുത്ത് ഈ രീതിയിലുള്ള ഒരു ഷെല്ലാണ് നമ്മൾ കൺസിഡർ ചെയ്തത്. അപ്പോൾ ഇങ്ങനെ ഒരു ഷെല്ലെടുത്തു, അതിൻ്റെ റേഡിയസ് എക്സ് ആണെന്ന് പറഞ്ഞു, ഈ തിക്നെസ് എന്ന് പറയുന്നത് ഡി എക്സ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള ഷെല്ലിൻ്റെ വോളിയം കാണാൻ എന്ത് ചെയ്യണം? ഈ എക്സ് റേഡിയസ് വരുന്ന ഷെല്ല്, അപ്പോൾ അതിൻ്റെ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 4πx² ആയിരിക്കും. 4πx² എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ സർഫസ് ഏരിയ നമുക്ക് കിട്ടും. പെരിമീറ്റർ അല്ല, സർഫസ് ഏരിയ. അങ്ങനത്തെ 3 ഡയമെൻഷണൽ ബോഡിയാണ്, സർഫസ് ഏരിയ കിട്ടും. അതിനെ ഈ തിക്നെസ് ഡി എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ പോർഷൻ്റെ, ഈ ഭാഗത്തിൻ്റെ, അതായത് ഈ ഷെല്ലിൻ്റെ വോളിയം നമുക്ക് കിട്ടും. ഓക്കെ, സോ 4πx² dx. സോ വോളിയം എന്ന് പറയുന്നത് 4πx² dx എന്ന് വരും. ഇൻറ്റു ഡെൻസിറ്റി ഓഫ് ദ ഷെല്ല്. ഷെല്ലിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നതും സ്പിയറിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ്. കാരണം അതൊരു മെറ്റീരിയൽ പ്രോപ്പർട്ടിയാണ്. ആ സ്പിയറിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഈ ഷെല്ല് കൺസിഡർ ചെയ്തിരിക്കുന്നത്. സോ ഡെൻസിറ്റി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു, ഇറ്റ് ഈസ് 3m ഡിവൈഡഡ് ബൈ 4 പൈ ആർ ക്യൂബ് ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു, ഇതിൽ നമുക്ക് ക്യാൻസലായി കളയാൻ തന്നെ 4 പൈ ക്യാൻസലാക്കാം. സോ ദിസ് ഈസ് 3m ഡിവൈഡഡ് ബൈ ആർ ക്യൂബ് ഇൻറ്റു x² dx എന്ന് വരും. ഓക്കെ, നൗ അപ്പോൾ നമുക്കിപ്പോൾ ഷെല്ലിൻ്റെ മാസ് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ അറ്റ് പി, നമ്മൾ പിയിലാണ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യലും ഫീൽഡും കാണേണ്ടത്. സോ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ അറ്റ് പി ഡ്യൂ ടു സ്പെറിക്കൽ ഷെൽ. ഈ സ്പെറിക്കൽ ഷെല്ല് മൂലം പിയിലുള്ള ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഞാൻ അതിനെ ഡി വി എന്ന് വിളിക്കുകയാണ്. ഇറ്റ് ഈസ് -g ഇൻറ്റു എന്തുവരും? മാസ് ഓഫ് ഷെൽ ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ്. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഏത് ഡിസ്റ്റൻസാണ് നമ്മൾ എടുക്കേണ്ടത്? സോ നമ്മൾ നേരത്തെ ഫിഗറിൽ ഓർക്കുക, ഈ സെൻറ്റർ, അതായത് ഈ ഷെല്ലിൻ്റെ
സെൻറ്ററിൽ നിന്നും പി എന്ന് പറയുന്ന പോയിന്റിലേക്കുള്ള ദൂരം ഞാൻ സ്മോൾ ആർ ആയിട്ടാണ് എടുക്കുന്നത്. ദ ഡിസ്റ്റൻസ് ഫ്രം ദ സെൻറ്റർ ഓഫ് ദ സ്ഫിയർ ടു ദി പോയിന്റ് പി വേർ ദ പൊട്ടൻഷ്യൽ ആൻഡ് ഫീൽഡ് ഈസ് ടു ബി കാൽക്കുലേറ്റഡ്. അപ്പോൾ അതിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് ആർ ആണ്. സോ ദിസ് ഈസ് മൈനസ് ജി ഇൻറ്റു ഡി എം ഡിവൈഡഡ് ബൈ ആർ എന്ന് വരും. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് ജി ഇൻറ്റു ഡി എം എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് ഓഫ് ഷെല്ലാണ്. അത് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് 3m ഡിവൈഡഡ് ബൈ ആർ ക്യൂബ് എക്സ് സ്ക്വയർ ഡി എക്സ് ഡിവൈഡഡ് ബൈ സ്മോൾ ആർ ഉണ്ട്, അത് ഞാനിവിടെ എഴുതുന്നു. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് 3gm ബൈ സ്മോൾ ആർ ഇൻറ്റു ക്യാപിറ്റൽ ആർ ക്യൂബ് ഇൻറ്റു എക്സ് സ്ക്വയർ ഡി എക്സ് ആൻഡ് ദിസ് ഈസ് ഡി വി. ഡി വി എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ അറ്റ് പി ഡ്യൂ ടു ദ സ്പെറിക്കൽ ഷെല്ലാണ്. ഇനി ഇതിപ്പോൾ സ്പെറിക്കൽ ഷെല്ല് മൂലമുള്ള പൊട്ടൻഷ്യലാണ്. ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് പറഞ്ഞു ഇതുപോലുള്ള അനേകം സ്പെറിക്കൽ ഷെല്ലുകളുടെ ഒരു കോമ്പിനേഷനാണ് നമ്മുടെ സോളിഡ് സ്ഫിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സോളിഡ് സ്ഫിയർ മൂലം പിയിലുള്ള പൊട്ടൻഷ്യൽ കാണാൻ വേണ്ടി എന്ത് ചെയ്യണം? ഈ കിട്ടിയ എക്സ്പ്രഷനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് എവിടം മുതൽ എവിടം വരെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്? നമുക്കറിയാം, നമ്മൾ കൺസിഡർ ചെയ്ത സ്ഫിയറിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആർ ആണ്. സോ ഇതിൻ്റെ സെൻറ്റർ ഇതിലെല്ലാം എന്തുണ്ട്? ഈ സ്ഫിയറിൻ്റെ ഉള്ളിൽ കുറേ കോൺസെൻട്രിക് ഷെല്ലുകളുണ്ട്. അതിലൊരു ഷെല്ലാണ് നമ്മൾ എടുത്തത്. ആ ഒരു ഷെല്ല് മൂലം പിയിലുള്ള പൊട്ടൻഷ്യലാണ് കണ്ടത്. സോ ഈ എൻറ്റയർ സ്ഫിയർ മൂലം പിയിലുള്ള പൊട്ടൻഷ്യൽ കാണാൻ വേണ്ടി ഇപ്പോൾ കിട്ടിയ പൊട്ടൻഷ്യലിൻ്റെ എക്സ്പ്രഷനെ നമ്മൾ എവിടെ 0 മുതൽ ക്യാപിറ്റൽ ആർ വരെ നമ്മൾ എന്ത് ചെയ്യണം? ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അതായത് ഈ സ്ഫിയറിൻ്റെ ത്രൂ ഔട്ട് ഈ സ്ഫിയർ നമ്മൾ ഈ എക്സ്പ്രഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്തെടുക്കണം. സോ the potential due to the entire solid sphere, the potential due to the entire solid sphere is obtained by integrating between the limits. Is obtained by integrating between the limits 0 and capital R. Okay, it is limits x is equal to 0 and x is equal to capital R. അപ്പോൾ നമുക്ക് പൊട്ടൻഷ്യൽ വി കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻ്റഗ്രൽ 0 to R മൈനസ് 3gm ബൈ സ്മോൾ ആർ ക്യാപിറ്റൽ ആർ ക്യൂബ് എക്സ് സ്ക്വയർ ഡി എക്സ് എന്ന് എടുക്കാം. ഓക്കെ, സോ ദിസ് വി ഈസ് ഈക്വൽ ടു നമ്മൾ പറഞ്ഞു മൈനസ് 3gm by small r capital R cube integral 0 to R x square dx ആണ്. So this is minus 3gm by small r r cube into x cube by 3 from 0 to capital R. 3 and 3 cancel ആവും. R cube, so this is minus gm by small r r cube into r cube by 3. Sorry, r cube. 3 and 3 cancel ആയി. This is minus gm divided by small r എന്ന് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്, അതായത് ഒരു സ്പിയർ മൂലം സ്മോൾ ആർ ഡിസ്റ്റൻസ് അകലെ ആ സ്പിയറിൻ്റെ പുറത്തുള്ള ഒരു പോയിൻ്റ് എടുത്താൽ ആ പോയിന്റിലുള്ള പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് നിങ്ങൾക്ക് മൈനസ് gm by r ആണെന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ദി ഇൻറ്റൻസിറ്റി ഓഫ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ്? ഇൻറ്റൻസിറ്റി ഓഫ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് അറ്റ് പി ഔട്ട്സൈഡ് ദ സ്ഫിയർ. അത് കാണാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യണം? ഇറ്റ് ഈസ് മൈനസ് ഡി വി ബൈ ഡി ആർ ആണ്. ഓർ ദിസ് ഈസ് മൈനസ് ഡി ബൈ ഡി ആർ ഓഫ് മൈനസ് ജി എം ബൈ ആർ എന്ന് വരും. ആൻഡ് ദിസ് ഈസ് മൈനസ് ജി എം ബൈ ആർ സ്ക്വയർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ നമ്മൾ ചെയ്തത് ഔട്ട്സൈഡ് കേസാണ്. സ്പിയറിൻ്റെ പുറത്തുള്ള പോയിൻ്റ് ആണെന്നുണ്ടെങ്കിൽ അവിടെ പൊട്ടൻഷ്യൽ മൈനസ് ജി എം ബൈ ആർ ആയിരിക്കും. അതുപോലെ ഫീൽഡ് എന്ന് പറയുന്നത് മൈനസ് ജി എം ബൈ ആർ സ്ക്വയർ ആയിരിക്കും. ഷെല്ലിൻ്റെ കേസിൽ നമുക്ക് നേരത്തെ കിട്ടിയ എക്സ്പ്രഷൻ ഇത് തന്നെയായിരുന്നു. അതായത് സ്പെറിക്കൽ ഷെല്ല് മൂലം പുറത്തുള്ള പൊട്ടൻഷ്യൽ സ്പെറിക്കൽ ഷെല്ല് മൂലം
പുറത്ത് ഒരു പോയിന്റിൽ പി കൺസിഡർ ചെയ്താൽ അവിടെയുള്ള പൊട്ടൻഷ്യലും ഫീൽഡും നമ്മൾ ഇവാലുവേറ്റ് ചെയ്തപ്പോഴും നമുക്ക് കിട്ടിയത് ഇതേ എക്സ്പ്രഷൻ തന്നെയായിരുന്നു. സോ സ്പെറിക്കൽ ഷെല്ലിൻ്റെ കേസിലും സ്ഫിയറിൻ്റെ കേസിലും ഔട്ട്സൈഡ് പോയിന്റുകളിലുള്ള പൊട്ടൻഷ്യലും ഫീൽഡും എന്ന് പറയുന്നത് സെയിം തന്നെയാണെന്ന് ഓർക്കുക. ഇനി അടുത്തത് നമുക്ക് ചെയ്യേണ്ടത് കേസ് 2 എന്ന് പറയുന്നത് പോയിൻ്റ് ഓൺ ദ സർഫസ് ആണ്. ഈ സ്ഫിയറിൻ്റെ തന്നെ സർഫസിലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിൻ്റ് അല്ലെങ്കിൽ പൊട്ടൻഷ്യലും ഫീൽഡ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത് സ്ഫിയറിൻ്റെ സർഫസിൽ തന്നെയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് കേസ്? ഓക്കെ, അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ ആൻഡ് ഫീൽഡ് gravitational potential at P due to the spherical shell നമ്മളിപ്പോൾ ഇവിടെ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തിരുന്നു dv. ആ dv എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയത് ഇങ്ങനെയായിരുന്നു, -3gm ഡിവൈഡഡ് ബൈ സ്മോൾ r ഇൻറ്റു ക്യാപിറ്റൽ R ക്യൂബ് x² dx എന്നാണ് കിട്ടിയത്. ഇതാണ് നമ്മൾ ഉള്ളിലുള്ള നമ്മൾ കൺസിഡർ ചെയ്ത ഒരു സ്പെറിക്കൽ ഷെല്ല് കൊണ്ട് പിയിലുള്ള പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ കേസിലേക്ക് വരുമ്പോൾ ഇവിടുത്തെ കേസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ പൊട്ടൻഷ്യൽ ഇവാലുവേറ്റ് ചെയ്യേണ്ട പോയിൻ്റ് സ്ഫിയറിൻ്റെ സർഫസിൽ തന്നെയാണ്. ദാറ്റ് ഈസ് ഹിയർ സ്മോൾ ആർ എന്ന് പറയുന്നത് ഈക്വൽ ടു ക്യാപിറ്റൽ ആർ തന്നെയാണ്. കാരണം സ്ഫിയറിൻ്റെ സർഫസിൽ തന്നെയാണ് നമ്മൾ കൺസിഡർ ചെയ്ത സ്ഫിയർ ഇങ്ങനെയായിരുന്നു. നേരത്തെ നമ്മൾ ആദ്യം കൺസിഡർ ചെയ്ത് പി എന്ന് പറയുന്നത് ഔട്ട്സൈഡാണ്. അപ്പോൾ ഈ സെൻറ്ററിൽ നിന്നും പിയിലേക്കുള്ള ഡിസ്റ്റൻസ് സ്മോൾ ആറാണ്. പക്ഷേ ഈ കേസിൽ എന്താണ്, പി എന്ന് പറയുന്നത് ഈ സ്ഫിയറിൻ്റെ സർഫസിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ സ്മോൾ ആർ ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ആർ ആയിരിക്കും എന്നാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ സ്മോൾ ആർ ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ആർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡി വി എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? ദിസ് ഈസ് -3gm ഡിവൈഡഡ് ബൈ r⁴ ഇൻറ്റു x² dx എന്ന് വരും. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള ഒരു ഷെല്ല് കൊണ്ടുള്ള പൊട്ടൻഷ്യലാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ എൻറ്റയർ സ്ഫിയർ കൊണ്ടുള്ള പൊട്ടൻഷ്യൽ കാണാൻ വേണ്ടി നമ്മൾ ഇതിനെ എന്ത് ചെയ്യണം, വീണ്ടും നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. സോ ടു ഫൈൻഡ് ദി പൊട്ടൻഷ്യൽ അറ്റ് പി ഓൺ ദി സർഫസ് ഓഫ് സ്ഫിയർ integrating the above expression between the limits x is equal to 0 and x is equal to capital R. നേരത്തെ പറഞ്ഞ ലിമിറ്റ് തന്നെയാണ്, വ്യത്യാസം വന്ന ഇത്രയേ ഉള്ളൂ. ഇവിടെ സ്മോൾ ആർ ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ആർ ആണ് നമ്മൾ കൊടുക്കും. സോ വി ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to r -3gm ബൈ r⁴ ഇൻറ്റു x² dx എന്ന് വരും. സോ ഇത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വി എന്ന് പറയുന്നത് എന്ത് കിട്ടും? ദിസ് ഈസ് കാൽക്കുലേറ്റ് ചെയ്യുക -gm ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ ആർ എന്ന് കിട്ടും. ക്യാൻസലേഷനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പൊട്ടൻഷ്യലിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് -gm ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ ആർ എന്ന് കിട്ടും. ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിലെ ഫീൽഡാണ് കാണേണ്ടത്. സോ ഫീൽഡ് കാണാൻ വേണ്ടി നേരത്തെ നമുക്ക് കിട്ടിയിരുന്നു ഔട്ട്സൈഡ് സ്ഫിയർ ആണെങ്കിൽ ഇൻറ്റൻസിറ്റി ഓഫ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് എന്താണ് കിട്ടിയത്? -gm ബൈ r² എന്നാണ് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ ഓൺ ദി സർഫസ് ഓഫ് ദ സ്ഫിയർ വ്യത്യാസം എന്താണ്? ഇവിടെ സ്മോൾ ആർ ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ആർ ആയിരിക്കും. അപ്പോൾ ഇൻറ്റൻസിറ്റി ഓഫ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് എന്ന് പറയുന്നത് എന്ത് വരും? -gm ഡിവൈഡഡ് ബൈ r² എന്ന് വരും. ഓക്കെ, സോ ഇപ്പോൾ നമുക്ക് രണ്ട് സ്ഥലങ്ങളിലുള്ള പൊട്ടൻഷ്യലും ഫീൽഡുമാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്. ഒന്ന് ഔട്ട്സൈഡ്, അതുപോലെ തന്നെ സർഫസ്. ഔട്ട്സൈഡ് ആണെന്നുണ്ടെങ്കിൽ പൊട്ടൻഷ്യൽ -gm ബൈ ആറും ഫീൽഡ് എന്ന് പറയുന്നത് -gm ബൈ r² വരും എന്ന് പറഞ്ഞു. സർഫസിലാണെന്നുണ്ടെങ്കിൽ പൊട്ടൻഷ്യൽ -gm ബൈ ക്യാപിറ്റൽ ആറും ഫീൽഡ് -gm ബൈ r² വരും എന്ന് പറഞ്ഞു. ഇപ്പോൾ നമ്മൾ ചെയ്ത ഈ രണ്ട് കേസും നമ്മൾ ഇതിന് മുൻപത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച പൊട്ടൻഷ്യൽ ആൻഡ് ഫീൽഡ് ഡ്യൂ ടു എ സ്പെറിക്കൽ ഷെല്ലിനോട് സിമിലർ ആയിട്ടുള്ള കേസ് തന്നെയാണ്, അല്ലെങ്കിൽ സെയിം ആയിട്ടുള്ള എക്സ്പ്രഷൻസ് തന്നെയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്.
ഇനി നമ്മൾ മൂന്നാമത്തെ കേസിലേക്ക് പോവുകയാണ്. ദാറ്റ് ഈസ് കേസ് 3. പോയിൻ്റ് ലൈസ് ഇൻസൈഡ് ദ സ്ഫിയർ. പോയിൻ്റ് ലൈസ് inside the sphere. Okay, so in this case we can consider P as a point inside the sphere. P എന്ന് പറയുന്നത് സ്ഫിയറിൻ്റെ ഉള്ളിലായിരിക്കും. inside the sphere, that is consider P as a point on the inner sphere of radius small r and as a point just outside consider P as a point on the inner sphere of radius r and as a point just inside a thick spherical shell of inner radius r and outer radius capital R. ഓക്കെ, അതായത് കാര്യം ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇവിടെ ഒരു സ്ഫിയർ ഉണ്ട്. നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഈ സ്ഫിയർ. അപ്പോൾ ഈ സ്ഫിയറിൻ്റെ ഉള്ളിലുള്ള ഒരു പോയിന്റിലെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യലും ഫീൽഡുമാണ് നമുക്ക് കാണേണ്ടത്. എന്ന് വെച്ചാൽ ഇപ്പോൾ പി എന്ന് പറയുന്ന പോയിന്റ് ഈ സ്ഫിയറിൻ്റെ ഉള്ളിലായിരിക്കണം. അതിനായിട്ട് നമ്മൾ ഇങ്ങനെ എടുക്കുകയാണ്. ഞാൻ ഈ സ്ഫിയറിൻ്റെ ഉള്ളിൽ മറ്റൊരു സ്ഫിയർ എടുക്കുകയാണ്. ഓക്കെ, സോ ഈ സ്ഫിയറിൻ്റെ ഉള്ളിൽ മറ്റൊരു സ്ഫിയർ എടുക്കുന്നു. അപ്പോൾ ഇങ്ങനെ എടുക്കുന്ന ഒരു സ്ഫിയറിൻ്റെ സർഫസിൽ, ഈ ഇന്നർ സ്ഫിയറിൻ്റെ സർഫസിലുള്ള ഒരു പോയിൻ്റാണ് പി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതാണ് നമ്മുടെ ഔട്ടർ സ്ഫിയർ. ഈ സ്ഫിയർ മൂലമുള്ള ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യലും ഫീൽഡുമാണ് നമുക്ക് കാണേണ്ടത്. ഈ വലിയ സ്ഫിയറിൻ്റെ മാസാണ് ക്യാപിറ്റൽ എം, അതിൻ്റെ റേഡിയസ് ആണ് ക്യാപിറ്റൽ ആർ. ഓക്കെ, അപ്പോൾ നമ്മൾ ആ വലിയ സ്ഫിയർ മൂലം ആ വലിയ സ്ഫിയറിൻ്റെ ഉള്ളിലുള്ള ഒരു പോയിൻ്റായ പിയിലുള്ള ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യലും ഫീൽഡുമാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത് ഇതാണ്. ഈ വലിയ സ്ഫിയറിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ സ്ഫിയർ ഞാൻ എടുക്കുകയാണ്. ഓക്കെ, ആ ചെറിയ സ്ഫിയറിൻ്റെ സർഫസിലാണ് പി എന്ന് ഞാൻ ഇമാജിൻ ചെയ്യുന്നു. ഇനി നിങ്ങൾ ഇങ്ങനെ കൺസിഡർ ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്: കൺസിഡർ പി ആസ് എ പോയിൻറ്റ് ഓൺ ദി ഇന്നർ സ്ഫിയർ ഓഫ് റേഡിയസ് ആർ. എന്ന് വെച്ചാൽ ഈ ഇന്നർ സ്ഫിയർ, ഞാനിപ്പോൾ കൺസിഡർ ചെയ്ത ഈ ഇന്നർ സ്ഫിയറിൻ്റെ റേഡിയസ് സ്മോൾ ആർ ആയിരിക്കും. ആൻഡ് ആസ് എ പോയിൻറ്റ് ജസ്റ്റ് ഇൻസൈഡ് എ തിക്ക് സ്പെറിക്കൽ ഷെൽ ഓഫ് ഇന്നർ റേഡിയസ് ആർ ആൻഡ് ഔട്ടർ റേഡിയസ് ക്യാപിറ്റൽ ആർ. അതായത് കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മളിപ്പോൾ പറഞ്ഞത് ഈ രണ്ട് സാധനം ഒന്ന് തന്നെയാണ്. അതായത് നിങ്ങൾ ഇങ്ങനെ വിചാരിക്കുക, ഇപ്പോൾ നമ്മൾ വരച്ച ഈ ഫിഗറിലെ ആ ഉള്ളിലുള്ള ഇന്നർ സ്ഫിയറിനെ ഞാൻ കാർവ് ചെയ്ത് പുറത്തേക്ക് എടുത്തു എന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ അത് ഞാൻ തുരന്ന് പുറത്തേക്ക് എടുക്കുകയാണ്. അത് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളത് എന്താണ്? ബാക്കി ഇവിടെ അവശേഷിക്കുന്നത്, അതായത് ഈ ഇന്നർ സ്ഫിയറിനെ ഞാൻ കാർവ് ചെയ്ത് പുറത്തേക്ക് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവശേഷിക്കുന്നത് എന്ത് മാത്രമാണ്? ഈ ഉൾഭാഗം ഉണ്ടാവില്ല. ഓക്കെ, എന്ന് വെച്ചാൽ ബാക്കിയുള്ളത് ഈ പോർഷൻ മാത്രമായിരിക്കും. ഇതെന്ന് പറയുന്നത് എന്തായിരിക്കും? ദിസ് വിൽ ബി എ തിക്ക് സ്പെറിക്കൽ ഷെല്ലായിരിക്കും അല്ലേ? കാരണം എന്താ? ഇതിൻ്റെ ഉൾവശം ഹോളോയാണ്. ഇവിടെ ഒരു സ്പിയർ ആയിരുന്നു ഉണ്ടായിരുന്നത്, അതിനെ ഞാൻ കാർവ് ചെയ്ത് പുറത്തേക്ക് എടുത്തു. പിന്നെ റിമൈനിങ് ആയിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് എന്താണ്? ഒരു തിക്ക് സ്പെറിക്കൽ ഷെല്ലാണ്. അപ്പോൾ അങ്ങനെ വരുമ്പം അത്തരത്തിലുള്ള ഒരു തിക്ക് സ്പെറിക്കൽ ഷെല്ലിലെ പോയിൻ്റാണ് പി എന്ന് പറയുന്നത്. നമ്മൾ ഇമാജിൻ ചെയ്യുന്നതാണത്. ഓക്കെ, പി എന്ന് പറയുന്നത്. അപ്പോൾ ഈ തിക്ക് സ്പെറിക്കൽ ഷെല്ലിൻ്റെ ഇന്നർ റേഡിയസ് എന്ന് പറയുന്നത് ഇതാണ്, സ്മോൾ ആർ. അതുപോലെ തന്നെ അതിൻ്റെ ഔട്ടർ റേഡിയസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ദിസ് വിൽ ബി ക്യാപിറ്റൽ ആർ തന്നെ. അപ്പോൾ നിങ്ങൾ ഈ ഫിഗറാണ് മനസ്സിൽ കാണേണ്ടത്, ദിസ് ഫിഗർ. അപ്പോൾ ഈ ഫിഗറിലനുസരിച്ച് നമുക്കൊരു വലിയ സ്പിയർ ഉണ്ട്, അതിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ ആർ ആണ്. അതിൻ്റെ ഉള്ളിലുള്ള ഒരു പോയിൻ്റ് പിയിലെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യലും ഫീൽഡുമാണ് കാണേണ്ടത്.
അതിനായിട്ട് നമ്മൾ ഇങ്ങനെ ഇമാജിൻ ചെയ്യുന്നു, ഈ വലിയ സ്പിയറിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ സ്പിയർ ഞാൻ ഇമാജിൻ ചെയ്യുന്നു. ആ ചെറിയ സ്പിയറിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് സ്മോൾ r ആണെന്ന് വിചാരിക്കുക. ആ ചെറിയ സ്പിയറിൻ്റെ സർഫസിലാണ് P എന്ന് നമ്മൾ ഇമാജിൻ ചെയ്യുന്നു. അപ്പോൾ ഒരേ സമയം നമുക്ക് P എന്ന് പറയുന്ന പോയിന്റിനെ രണ്ട് രീതിയിൽ പറയാം. ഒന്ന്, ഈ ചെറിയ സ്പിയറിൻ്റെ സർഫസിലുള്ള പോയിൻ്റാണ് P എന്ന് പറയാം. അതുപോലെ തന്നെ നമുക്ക് പറയാം, ഈ ചെറിയ സ്പിയർ നമ്മൾ അവിടുന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി വരുന്നത് ഒരു തിക്ക് സ്പെറിക്കൽ ഷെല്ലാണ്. അപ്പോൾ ആ തിക്ക് സ്പെറിക്കൽ ഷെല്ലിൻ്റെ ഇൻസൈഡിലുള്ള ഒരു പോയിൻ്റാണ് P എന്ന് പറയാം. സോ P ഒരേ സമയം ഒരു ചെറിയ സ്പിയറിൻ്റെ സർഫസിലുള്ള ഒരു പോയിൻ്റാണ്, അതുപോലെ തന്നെ ഒരു തിക്ക് സ്പെറിക്കൽ ഷെല്ലിൻ്റെ ഉള്ളിലുള്ള ഒരു പോയിൻ്റാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ പറയാം, ഈ P എന്ന് പറയുന്ന പോയിന്റിലുള്ള പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ സം ഓഫ് ദ പൊട്ടൻഷ്യൽ ഡ്യൂ ടു ദിസ് സ്മോൾ സോളിഡ് സ്പിയർ ഓർ ദി ഇന്നർ സ്പിയർ ആൻഡ് ദ പൊട്ടൻഷ്യൽ ഡ്യൂ ടു ദി ഔട്ടർ തിക്ക് ഷെല്ലാണെന്ന് പറയാം. ഓക്കെ, സോ ദിസ് ഈസ് അവർ ആർഗ്യുമെൻറ്റ്. thus the potential at P is the sum of the potential V1. ആദ്യത്തെ പൊട്ടൻഷ്യലിനെ V1 എന്ന് വിളിക്കുന്നു. V1 ഡ്യൂ ടു ദി ഇന്നർ സ്പിയർ. ഓക്കെ, ഇന്നർ സ്പിയർ എന്ന് പറഞ്ഞാൽ സ്മോൾ r റേഡിയസ് വരുന്ന ഉള്ളിലുള്ള ചെറിയ സ്പിയർ, ഇന്നർ സ്പിയർ, ആൻഡ് the potential V2 due to the outer thick shell, okay. സോ നമ്മൾ പറഞ്ഞ കഥ ഇങ്ങനെയാണ്. ഇവിടെ നമുക്ക് ഒരു സ്പിയർ ഉണ്ട്. ഈ സ്പിയറിൻ്റെ ഉള്ളിലുള്ള ഒരു പോയിൻ്റ് P നമുക്ക് കൺസിഡർ ചെയ്യണം. അതിനായിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ സ്പിയർ എടുക്കുകയാണ്. ആ ചെറിയ സ്പിയറിൻ്റെ സർഫസിലുള്ള പോയിൻ്റാണ് P എന്ന് നമ്മൾ ഇമാജിൻ ചെയ്യുന്നു. ആ ചെറിയ സ്പിയറിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് സ്മോൾ r ആയിട്ട് എടുക്കുന്നു. ഈ വലിയ സ്പിയറിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് നമുക്കറിയാം, ദിസ് ഈസ് ക്യാപിറ്റൽ R ആണ്. സോ ഈ P എന്ന് പറയുന്ന പോയിൻ്റ് ഒരേ സമയം ചെറിയ സ്പിയറിൻ്റെ സർഫസിൽ വരുന്ന പോയിൻറ്റും അതുപോലെ തന്നെ ഈ തിക്ക് സ്പെറിക്കൽ ഷെല്ലിൻ്റെ ഉള്ളിൽ വരുന്ന പോയിൻറ്റുമാണ്. അതുകൊണ്ട് തന്നെ Pയിലുള്ള പൊട്ടൻഷ്യൽ V എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് വിൽ ബി V1 പ്ലസ് V2 ആയിരിക്കും. അപ്പം നമുക്ക് ആദ്യം ചെയ്യേണ്ടത് V കാണാൻ വേണ്ടി V1ഉം V2ഉം കാണുക എന്നുള്ളതാണ്. സോ ഞാൻ ആദ്യം V1 കാൽക്കുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ V1 എന്ന് പറഞ്ഞാൽ എന്താണ്? V1 എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ഈ ചെറിയ സ്പിയർ മൂലം Pയിലുള്ള പൊട്ടൻഷ്യലാണ്. അപ്പോൾ നമുക്കറിയാം, ഒരു സ്പിയർ മൂലം അതിൻ്റെ സർഫസിലുള്ള പൊട്ടൻഷ്യൽ നമ്മൾ ഓൾറെഡി നമുക്ക് അറിയാവുന്ന കാര്യമാണ്. സ്പിയർ മൂലം അതിൻ്റെ സർഫസിലുള്ള പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഓക്കെ, അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം എന്താണ് അറിയേണ്ടത്? ആദ്യം നമുക്ക് അറിയേണ്ട കാര്യം എന്ന് പറയുന്നത് മാസ് ഓഫ് ഇന്നർ സ്പിയർ. ഓക്കെ, ഫസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ ഇന്നർ സ്പിയറിൻ്റെ മാസ് നമുക്കറിയാം. വാട്ട് ഈസ് ദ മാസ് ഓഫ് ഇന്നർ സ്പിയർ? ഔട്ടർ സ്പിയർ എന്ന് പറയുന്നത് ഈ വലിയ സ്പിയറിൻ്റെ മാസ് ക്യാപിറ്റൽ M ആണെന്നറിയാം, അതിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ R ആണെന്ന് അറിയാം. പക്ഷേ നമുക്ക് ഇന്നർ സ്പിയറിൻ്റെ മാസ് അറിയത്തില്ല, അതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ദ മാസ് ഓഫ് ഇന്നർ സ്പിയർ M ഈസ് ഈക്വൽ ടു എന്ത് വരും? ആ ഇന്നർ സ്പിയറിൻ്റെ വോളിയം. ഓക്കെ, ദാറ്റ് ഈസ് വോളിയം ഓഫ് ഇന്നർ സ്പിയർ മൾട്ടിപ്ലൈഡ് വിത്ത് ഡെൻസിറ്റി ആയിരിക്കും. ഓക്കെ, എന്തായിരിക്കും ഇവിടെ വോളിയം ഓഫ് ഇന്നർ സ്പിയർ? 4/3 പൈ r ക്യൂബ് എന്ന് വരും. ഡെൻസിറ്റി എന്ന് പറയുന്നത് റോയും വരും. ഓക്കെ, സോ ഹിയർ M ഈസ് ഈക്വൽ ടു 4/3 പൈ r ക്യൂബ് റോ എന്ന് വരും. ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു 4/3 പൈ r ക്യൂബ് ഇൻറ്റു വാട്ട് ഈസ് റോ? റോ എന്ന് പറയുന്നത് എന്താണ്? ഡെൻസിറ്റിയാണ്. അപ്പോൾ ഡെൻസിറ്റി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, റോ എന്ന് പറയുന്നത് എന്തായിരിക്കും? അപ്പോൾ ഈ ഇന്നർ സ്പിയർ എന്ന് പറയുന്നത് ഈ ഔട്ടർ സ്പിയറിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. സോ ഔട്ടർ സ്പിയറിൻ്റെ ഡെൻസിറ്റി തന്നെയാണ് ഇന്നർ സ്പിയറിൻ്റെ ഡെൻസിറ്റി. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് M ഡിവൈഡഡ് ബൈ 4/3 പൈ r ക്യൂബ്, ക്യാപിറ്റൽ R ക്യൂബ് എന്ന് വരും. ഓർ ഇതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ഈസ് M സ്മോൾ r ക്യൂബ് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ R ക്യൂബ് എന്ന് വരും. സോ ഇതാണ് M. അങ്ങനെയാണെങ്കിൽ
V1 എന്ന് പറയുന്നത് എന്താണ്? V1 എന്ന് പറയുന്നത് ഈ ചെറിയ സ്പിയർ മൂലം പിയിലുള്ള പൊട്ടൻഷ്യലാണ്. അത് കാണാൻ വേണ്ടി ദിസ് ഈസ് മൈനസ് ജി ഇൻറ്റു മാസ് ഓഫ് ദി ഇന്നർ സ്പിയർ ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് ആർ എന്ന് വരും. ഓർ ദിസ് ഈസ് മൈനസ് ജി ബൈ ആർ ഇൻറ്റു എം ആർ ക്യൂബ് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ ആർ ക്യൂബ് എന്ന് വരും. ഓർ ദിസ് ഈസ് മൈനസ് ജി എം ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ ക്യൂബ് എന്ന് വരും. മൈനസ് ജി എം ആർ സ്ക്വയർ ബൈ ആർ ക്യൂബ്. അപ്പോൾ ഓർക്കുക, ഈ മൈനസ് ജി എം ആർ സ്ക്വയർ ബൈ ആർ ക്യൂബ് എന്ന് പറയുന്നത് ഇന്നർ സ്പിയർ മൂലം പിയിലുള്ള പൊട്ടൻഷ്യലാണ് എന്ന് ഓർക്കുക. നൗ അടുത്ത് നമുക്ക് ചെയ്യേണ്ടത് കാൽക്കുലേഷൻ ഓഫ് V2 ആണ്. V2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം, ഈ ഇന്നർ സ്പിയർ നമ്മൾ കാർവ് ഔട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ ബാക്കി വരുന്ന തിക്ക് സ്പെറിക്കൽ ഷെല്ല്, അതായത് ഈ പോർഷനാണ് തിക്ക് സ്പെറിക്കൽ ഷെല്ല്. ആ തിക്ക് സ്പെറിക്കൽ ഷെല്ല് മൂലം പിയിലുള്ള പൊട്ടൻഷ്യലാണ് നമുക്ക് കാണേണ്ടത്. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇങ്ങനെ എടുക്കുകയാണ്. ദി തിക്ക് ഷെൽ can be imagined, the thick shell can be imagined as the combination of large number of concentric thin shells, whose radii varies from small r to capital R. Okay, so potential due to the thin shell of radius x and thickness dx at P ആണ് കാണേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. ആദ്യം നമ്മൾ ഇന്നർ സ്പിയർ മൂലമുള്ളത് കണ്ടു. പിന്നെ ഈ തിക്ക് സ്പെറിക്കൽ ഷെല്ല് മൂലം പിയിലുള്ള പൊട്ടൻഷ്യലാണ് കാണേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഇതാണ് നമ്മുടെ തിക്ക് സ്പെറിക്കൽ ഷെല്ല്. ഓക്കെ, അപ്പോൾ ഈ പിയിലുള്ള പൊട്ടൻഷ്യൽ നമുക്ക് കാണണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യുന്നത്, ഈ റേഡിയസ് എന്ന് പറയുന്നത് നമുക്കറിയാം, ദിസ് ഈസ് സ്മോൾ ആർ ആണെന്നറിയാം. അതുപോലെ തന്നെ ഈ റേഡിയസ് എന്ന് പറയുന്നത് ദിസ് ഈസ് ക്യാപിറ്റൽ ആർ ആണെന്നറിയാം. അപ്പോൾ ഈ തിക്ക് സ്പെറിക്കൽ ഷെല്ല് മൂലം പിയിലുള്ള പൊട്ടൻഷ്യൽ കാണാൻ വേണ്ടി നമ്മൾ ഈ തിക്ക് സ്പെറിക്കൽ ഷെല്ലിനെ തിന്നായിട്ടുള്ള ഒരു സ്പെറിക്കൽ ഷെല്ല് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ എടുക്കുക. ഓക്കെ, ഇങ്ങനെയുള്ള ഒരു തിൻ സ്പെറിക്കൽ ഷെല്ലെടുക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള കുറേ തിൻ സ്പെറിക്കൽ ഷെല്ലുകൾ ചേർന്നിട്ടാണ് ഈ തിക്ക് സ്പെറിക്കൽ ഷെല്ല് ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ തിക്ക് സ്പെറിക്കൽ ഷെല്ലാണ്. ഇത് തിൻ സ്പെറിക്കൽ ഷെല്ലാണ്, ഈ റീജിയൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള തിൻ സ്പെറിക്കൽ ഷെല്ലുകൾ ചേർന്നിട്ടാണ് നമുക്കിവിടെ ഈ പറഞ്ഞ തിക്ക് സ്പെറിക്കൽ ഷെല്ല് കൺസ്ട്രക്റ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ നമ്മൾ എടുക്കുന്ന ഈ തിൻ സ്പെറിക്കൽ ഷെല്ലിൻ്റെ സപ്പോസ് ഈ സെൻറ്ററിൽ നിന്നും എക്സ് ഡിസ്റ്റൻസ് അകലെയാണെന്ന് വിചാരിക്കാം. അതായത് ഈ സെൻറ്ററിൽ നിന്നും ഈ ഷെല്ലിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് എക്സ് ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ തിക്നെസ്, ഓക്കെ, ഈ തിക്നെസ് എന്ന് പറയുന്നത് ഡി എക്സ് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്, ഡി എക്സ് തിക്നെസ്. സോ നമ്മളിങ്ങനെ പറയാണ്, പൊട്ടൻഷ്യൽ ഡ്യൂ ടു ദി തിൻ ഷെൽ ഓഫ് തിൻ ഷെല്ലിൻ്റെ റേഡിയസ് എത്രയാണ് പറഞ്ഞത്? തിൻ ഷെൽ ഓഫ് റേഡിയസ് എക്സ് ആൻഡ് തിക്നെസ് ഡി എക്സ് അറ്റ് പിയിലുള്ള പൊട്ടൻഷ്യലാണ് പറയുന്നത് ഈ തിൻ ഷെല്ല് മൂലം. ദാറ്റ് ഈസ് മൈനസ് ജി ഇൻറ്റു മാസ് ഓഫ് ദി തിൻ ഷെൽ, അതിനെ ഞാൻ ഡി എം എന്ന് വിളിക്കുകയാണ്, ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സെൻറ്ററിൽ നിന്നും ഷെല്ലിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എക്സ് എന്ന് എടുക്കുകയാണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് ജി ഇൻറ്റു ആ തിൻ ഷെല്ലിൻ്റെ മാസ് എത്രയായിരിക്കും? തിൻ ഷെല്ലിൻ്റെ മാസ് കാണാൻ ആ തിൻ ഷെല്ലിൻ്റെ
സർഫസ് ഏരിയ ഇൻറ്റു തിക്നെസ്, ദാറ്റ് ഈസ് 4πx² ഇൻറ്റു dx ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആ തിൻ ഷെല്ലിൻ്റെ വോളിയം കിട്ടും. അതിനെ നമുക്ക് എന്ത് ചെയ്യണം? ഡെൻസിറ്റി റോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആ മാസ് കിട്ടും, ഡിവൈഡഡ് ബൈ എക്സ് എന്ന് വരും. സോ ദിസ് ഈസ് -g ഇൻറ്റു 4πx² dx ഡിവൈഡഡ് ബൈ എക്സ് ഇൻറ്റു റോ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ചെയ്തു വെച്ചതാണ്, ദാറ്റ് ഈസ് 3m ഡിവൈഡഡ് ബൈ 4πr³ ആണ്. ഇതിനെ ക്യാൻസൽ ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ഈസ് -3gm ഡിവൈഡഡ് ബൈ r³ ഇൻറ്റു എക്സ് dx എന്ന് വരും. അപ്പോൾ ഇതെന്താ ശരിക്കും? പി എന്ന് പറയുന്ന പോയിന്റിൽ ഞാൻ ഈ ബ്ലൂ കളറിൽ പെയിൻറ് ചെയ്തിരിക്കുന്ന തിൻ സ്പെറിക്കൽ ഷെല്ല് കൊണ്ട് പിയിലുള്ള ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള കുറേ തിൻ സ്പെറിക്കൽ ഷെല്ലുകൾ ചേർന്നിട്ടാണ് ഈ തിക്ക് സ്പെറിക്കൽ ഷെല്ല് ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ദി പൊട്ടൻഷ്യൽ at P due to the thick spherical shell can be obtained by integrating the above expression from എവിടെ മുതൽ എവിടം വരെ ചെയ്യണം? നിങ്ങൾക്കറിയാം തിക്ക് സ്പെറിക്കൽ ഷെൽ എന്ന് പറഞ്ഞാൽ എവിടം മുതൽ എവിടം വരെയുള്ള റീജിയണോ? ഇത്രയും പോർഷനാണ്. ഇവിടം മുതൽ ഇവിടം വരെയാണ് തിക്ക് സ്പെറിക്കൽ ഷെല്ല് വരുന്നത്. അപ്പം സ്മോൾ ആർ മുതൽ ക്യാപിറ്റൽ ആർ വരെയാണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, സ്മോൾ ആർ മുതൽ ക്യാപിറ്റൽ ആർ വരെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, സോ നമുക്ക് ഇവിടെ V2 എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി V2 എന്ന് പറയുന്നതാണ് നമ്മുടെ ഈ തിക്ക് സ്പെറിക്കൽ ഷെല്ല് മൂലമുള്ള പൊട്ടൻഷ്യൽ. സോ V2 കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻ്റഗ്രൽ സ്മോൾ ആർ ടു ക്യാപിറ്റൽ ആർ dv നമ്മൾ എടുക്കുകയാണ്. ദാറ്റ് ഈസ് -3gm ഡിവൈഡഡ് ബൈ r³ ഇൻറ്റു ഇൻ്റഗ്രൽ സ്മോൾ ആർ ടു ക്യാപിറ്റൽ ആർ എക്സ് dx എന്ന് വരും. സോ ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് -3gm ഡിവൈഡഡ് ബൈ 2r³ ഇൻറ്റു r² മൈനസ് സ്മോൾ r² എന്ന് വരും. ഇപ്പം നിങ്ങളുടെ കയ്യിൽ V1ഉം V2 ഉണ്ട്. അപ്പോൾ ഈ V1ൻ്റെയും V2ൻ്റെയും കൂടി സമ്മാണ്, അതായത് ഉള്ളിലുള്ള ചെറിയ സ്പിയറിൻ്റെ ചെറിയ സ്പിയർ മൂലം പിയിലുള്ള പൊട്ടൻഷ്യലാണ് V1, തിക്ക് സ്പെറിക്കൽ ഷെല്ല് മൂലം പിയിലുള്ള പൊട്ടൻഷ്യലാണ് V2. അപ്പോൾ ഈ വലിയ സ്പിയർ മൂലം പിയിലുള്ള പൊട്ടൻഷ്യൽ കാണാൻ വേണ്ടി V ഈസ് ഈക്വൽ ടു V1 പ്ലസ് V2 എടുത്താൽ മതി. V1 നമ്മൾ നേരത്തെ കണ്ടുവച്ചിട്ടുണ്ട്, ദാറ്റ് ഈസ് -gm r² ബൈ r³. V2 എന്ന് പറയുന്നത് -3gm ഡിവൈഡഡ് ബൈ ഇവിടെ 2r³ ഉണ്ട്, -3gm ബൈ 2r³ ഇൻറ്റു r² മൈനസ് r² എന്ന് വരും. ദാറ്റ് ഈസ് ഇതിനെ എനിക്ക് -3gm ബൈ 2r³ ഞാൻ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്താൽ അകത്ത് r² മൈനസ് r² പ്ലസ് 2r² ബൈ 3 എന്ന് വരും. ഓർ ദിസ് ഈസ് -3gm ഡിവൈഡഡ് ബൈ 2r³ ഇൻറ്റു r² മൈനസ് r² ബൈ 3 എന്ന് വരും. ഇതാണ് പൊട്ടൻഷ്യൽ അറ്റ് എ പോയിൻറ്റ് ഇൻസൈഡ് ദി ഇൻസൈഡ് ദ സ്ഫിയർ. ഇനി പൊട്ടൻഷ്യൽ ഇതാണെന്നുണ്ടെങ്കിൽ ഫീൽഡ് എന്തായിരിക്കും? സോ ഫീൽഡ് എന്ന് പറയുന്നത് E ഈസ് ഈക്വൽ ടു -dv ബൈ dr ആണ്. അതായത് മുകളിൽ കിട്ടിയ എക്സ്പ്രഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക, ദാറ്റ് ഈസ് -d/dr ഓഫ് ദിസ് -3gm ഡിവൈഡഡ് ബൈ 2r³ ഇൻറ്റു r² മൈനസ് r² ബൈ 3. ഓക്കെ, സോ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ദിസ് ഈസ് -gmr ബൈ r³ എന്ന് കിട്ടും. സോ ദിസ് ഈസ് ദി ഇൻറ്റൻസിറ്റി ഓഫ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് അറ്റ് എ പോയിൻ്റ് ഇൻസൈഡ് ദി സ്ഫിയർ. അപ്പോൾ നമുക്കിപ്പം 3 റീജിയണുകളിലുള്ള എന്താണ് പൊട്ടൻഷ്യലും ഫീൽഡും കിട്ടി. ആദ്യം ഔട്ട്സൈഡ്, ദെൻ സർഫസ്, ദെൻ ഇൻസൈഡ്.
അപ്പോൾ ഔട്ട്സൈഡ് പൊട്ടൻഷ്യൽ മൈനസ് ജി എം ബൈ സ്മോൾ ആർ ആയിരുന്നു, ഫീൽഡ് മൈനസ് ജി എം ബൈ സ്മോൾ ആർ സ്ക്വയർ ആയിരുന്നു. സർഫസിൽ പൊട്ടൻഷ്യൽ മൈനസ് ജി എം ബൈ ആർ ആയിരുന്നു, ക്യാപിറ്റൽ ആർ ആയിരുന്നു, ഫീൽഡ് മൈനസ് ജി എം ബൈ ക്യാപിറ്റൽ ആർ സ്ക്വയർ ആയിരുന്നു. ഇൻസൈഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് മൈനസ് 3gm ബൈ 2r³ ഇൻറ്റു ക്യാപിറ്റൽ ആർ സ്ക്വയർ മൈനസ് സ്മോൾ ആർ സ്ക്വയർ ബൈ 3 എന്നാണ് കിട്ടിയത്. ഫീൽഡ് മൈനസ് ജി എം സ്മോൾ ആർ ഡിവൈഡഡ് ബൈ r³ എന്നാണ് കിട്ടിയത്. ഇനി ഇതിനെ നമുക്ക് ഗ്രാഫിക്കലായിട്ട് റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഗ്രാഫിക്കലായിട്ട് റെപ്രസെൻ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്ത സ്പിയർ. ആ സ്പിയറിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ ആർ ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇതിനെ വെച്ച് നമ്മൾ ഇവിടെ എക്സ് ആക്സിസും വൈ ആക്സിസ് എടുക്കുകയാണ്. സോ ഈ പോയിൻ്റ് എന്ന് പറയുന്നത് വേർ ദിസ് സ്മോൾ ആർ ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ആർ വരുന്ന പോയിൻ്റാണ്. അപ്പോൾ ഇവിടെ എക്സ് ആക്സിസിൽ നമ്മൾ സ്മോൾ ആറും വൈ ആക്സിസിൽ ഞാൻ പൊട്ടൻഷ്യൽ എടുക്കുകയാണ്. ഓക്കെ, വൈ ആക്സിസിൽ പൊട്ടൻഷ്യൽ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആദ്യം എങ്ങനെയാണ് കേസ്? ഫസ്റ്റ് ഔട്ട്സൈഡ് വരുന്ന കേസിൽ പൊട്ടൻഷ്യൽ വേരി ചെയ്യുന്നത് നമുക്കറിയാം 1/r ഡിപ്പെൻഡൻസ് ആണ്, മൈനസ് ജി എം ഡിവൈഡഡ് ബൈ ആർ എന്നാണ് വേരിയേഷൻ. സർഫസിലെത്തുമ്പോൾ അതെന്താവും? സർഫസിൽ കൃത്യം ഈ പോയിന്റിൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എത്രയായിരിക്കും? മൈനസ് ജി എം ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ ആർ ആവും. ഉള്ളിലേക്ക് വരുമ്പം പൊട്ടൻഷ്യൽ ഈ രീതിയിലാണ് വേരി ചെയ്യുക. അതിൻ്റെ എക്സ്പ്രഷൻ നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ട് ഇൻസൈഡ്, ദാറ്റ് ഈസ് മൈനസ് 3gm ഡിവൈഡഡ് ബൈ 2r³ ഇൻറ്റു ആർ സ്ക്വയർ മൈനസ് ക്യാപിറ്റൽ ആർ സ്ക്വയർ മൈനസ് സ്മോൾ ആർ സ്ക്വയർ ബൈ 3. അതാണ് ഈ വേരിയേഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിപ്പോൾ പൊട്ടൻഷ്യലിൻ്റെ വേരിയേഷനാണ് നമ്മൾ പറഞ്ഞത്. ഇതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഫീൽഡിൻ്റെ വേരിയേഷനും പറയാം. ഫീൽഡിൻ്റെ വേരിയേഷൻ പറയുമ്പോൾ ഞാനിവിടെ എക്സ് ആക്സിസിൽ ഡിസ്റ്റൻസ് എടുക്കുന്നു, വൈ ആക്സിസിൽ ഞാൻ ഫീൽഡ് ഇൻറ്റൻസിറ്റി എടുക്കുകയാണ്, ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇൻറ്റൻസിറ്റി. അപ്പോൾ നമുക്കറിയാം അഗെയിൻ ദിസ് പോയിൻ്റ് ഈസ് സ്മോൾ ആർ ഈസ് ഈക്വൽ ടു ആർ. ഔട്ട്സൈഡ് എങ്ങനെയാണ് വേരി ചെയ്യുന്നത്? ഔട്ട്സൈഡ് ഇത് മൈനസ് ജി എം ബൈ ആർ സ്ക്വയർ ആണ് ഫീൽഡ് എന്ന് പറയുന്നത് മൈനസ് ജി എം ബൈ ആർ സ്ക്വയർ. സർഫസിൽ ഈ പോയിൻ്റ് എത്തുമ്പോൾ ഇത് മൈനസ് ജി എം ബൈ ക്യാപിറ്റൽ ആർ സ്ക്വയർ ആണ്. ഉള്ളിൽ നിങ്ങൾ കണ്ടു, ഉള്ളിലുള്ള പോയിന്റിലുള്ള ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് എങ്ങനെ നമ്മളെടുത്ത മൈനസ് ജി എം സ്മോൾ ആർ ബൈ r³ എന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും സാധനം കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ശരിക്കും ഫീൽഡ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ പറയാം? ഫീൽഡ് ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു സ്മോൾ ആർ ആണെന്ന് പറയാം. അപ്പോൾ ഫീൽഡ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു സ്മോൾ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എങ്ങനെ വരും? ഡിപ്പെൻഡൻസ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ഡിപ്പെൻഡൻസ് ആണ്. സോ ഈ രീതിയിൽ വരും. കാരണം സ്മോൾ ആർ ഈസ് ഈക്വൽ ടു 0 സെൻറ്ററിൽ ഫീൽഡ് എങ്ങനെയായിരിക്കും? 0 ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ y ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന രീതിയിൽ സ്ട്രെയിറ്റ് ലൈൻ രീതിയിൽ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ഡിപ്പെൻഡൻസ് ആണ്. സോ ദിസ് ഈസ് മൈനസ് ജി എം സ്മോൾ ആർ ബൈ r³ ഈ വേരിയേഷനാണുള്ളത്. സോ ഈ രീതിയിലാണ് നമുക്ക് പൊട്ടൻഷ്യലും ഫീൽഡും വേരി ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇന്ന് കാൽക്കുലേറ്റ് ചെയ്തത് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ ആൻഡ് ഫീൽഡ് ഡ്യൂ ടു എ സ്പിയർ ആണ്. ഔട്ട്സൈഡ് ദ സ്പിയർ, ഓൺ ദ സർഫസ് ഓഫ് ദ സ്പിയർ ആൻഡ് ഇൻസൈഡ് ദ സ്പിയർ. സോ ആ 3 കേസുകളിലും പൊട്ടൻഷ്യലിൻ്റെ ഫീൽഡിൻ്റെ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യുന്നതും അതിനെ ഗ്രാഫിക്കലായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, താങ്ക് യു.